ഗൈസ്, PR വർക്ക് ഏറ്റെടുത്ത ഒരാൾ അത് കൊടുത്തയാളെ നെഗറ്റീവ് ആക്കുന്ന കണ്ടിട്ടുണ്ടോ? അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ഞാൻ കാണിക്കാം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് സത്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ദിവസം ടെക്സ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ചേട്ടാ PR വേണം ചേട്ടാ. എല്ലാരും പറഞ്ഞു PR ഉണ്ടെങ്കിലേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ല, അനു എന്നെ ബ്രാൻഡാക്കി. ഇവൻ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനു എന്നെ ബ്രാൻഡ് ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് അനു തന്ന പൈസയുടെ ലിസ്റ്റൊക്കെ മീഡിയയെ കാണിക്കുക. കൂടാതെ ഇവൻ കുറെ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുക. 10-20 ഇന്റർവ്യൂ കൊടുത്തെന്ന് തോന്നുന്നു. അങ്ങനെ കുറെ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുക. എന്നിട്ട് അതിൽ PR-ന്റെ കാര്യങ്ങളൊക്കെ പറയുക. ഇത് അനുവിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം കുറെ കമന്റ് വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് കമന്റ്. ഈ കമന്റ് മനഃപൂർവ്വം ഇടുന്നതാണ് ആളുകൾ. അതായത് അവർക്കറിയാം വിനു വിവാഹം കഴിച്ച ഒരാളാണെന്ന്. എന്നിട്ട് പോലും അനുവിനെ ഡീഗ്രേഡ് ചെയ്യാനാണ് ഈ കമന്റ് ഇടുന്നത്. ഇതിന്റെ പ്രധാന കാരണം വിനു തന്നെയാണ്. 16 ലക്ഷം 20 ലക്ഷത്തിന്റെ ഒക്കെ കാര്യം പറയുക. അങ്ങനെ പറഞ്ഞ് ഇത് നല്ല നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ അനുവിന് നെഗറ്റീവ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ കാരണമാണ്. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് ഇയാൾ കാരണമൊന്നുമല്ല അനുമോള് ജയിച്ചത്. അതിൻ്റെ അകത്ത് കുറെ സ്ട്രഗിൾ ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് ജയിച്ചത്. ഒരു PR-ന്റെ ബലത്തിലല്ല അനുമോള് ജയിച്ചത്. അനുമോൾക്ക് വേണ്ടി ഇയാൾക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. എവിക്റ്റ് ആയി പോയവര് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴത്തേനും അനുവിന് നന്നായിട്ട് ഫാൻസ് കൂടി. അല്ലാതെ ഇയാളൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ റീ എൻട്രി കയറുന്നത് വരെയും അനീഷിനായിരുന്നു വോട്ട്. അത് കഴിഞ്ഞാണ് അനുവിന് കൂടിയത്. ഇയാൾ അതിനു മുമ്പും PR ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും അത്ര സപ്പോർട്ടൊന്നും കൂടിയില്ല. റീ എൻട്രിക്ക് ശേഷമാണ് സപ്പോർട്ട് കൂടിയത്. അതിന്റെ ക്രെഡിറ്റ് ഇയാൾക്കല്ല. ഇയാൾ ഒരു മീഡിയയോട് പറഞ്ഞിരുന്നു, അനുവിന് വേണ്ടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടില്ലെന്ന്. കാരണം മുൻ കണ്ടസ്റ്റൻസിനെ ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും അനുവിന് വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് വേറൊരു മീഡിയയോട് ഇയാൾ പറഞ്ഞു, ഞാനില്ലായിരുന്നെങ്കിൽ അനുവിനെ എല്ലാവരും കൊത്തിപ്പറിച്ചേനെന്ന്. 2 വർത്താനമാണ് ഇദ്ദേഹം പറയുന്നത്. ബിഗ് ബോസിൽ പോകുന്ന ഒരു കണ്ടസ്റ്റൻസിന്റെ PR ആണെന്ന് പറയുന്നത് നല്ല കാര്യമൊന്നുമല്ല, വളരെ നാണക്കേടാണ്. കാരണം അവിടെ കുറെ പേര് വരുന്നുണ്ട് മത്സരിക്കാനൊക്കെ. പൈസ ഇല്ലാത്തവരെന്നെ PR-നെ വെക്കാൻ പറ്റുമോ? ഇവിടെ അനു ജയിച്ചത് PR കൊണ്ടല്ല, പക്ഷെ ഇയാളുടെ PR കൊണ്ട് വേറെ എത്ര പേര് ജയിച്ചിട്ടുണ്ടായിരിക്കും അർഹതയില്ലാത്തവര്. നമ്മൾ കാരണം ഒരാൾക്ക് നെഗറ്റീവ് ഉണ്ടാകുന്ന അറിയുമ്പോഴത്തേനും നമ്മൾ മാറി നിൽക്കണം. ഇയാൾ അങ്ങനെ ചെയ്യുന്നില്ല. അനുവിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും, അനുവിന്റെ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും ഇയാളുണ്ട്. കാരണം അനുവിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കുന്നത് ഇയാൾ തന്നെയാണ്. PR ഉണ്ടായിട്ടും ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഗെയിം കണ്ടിട്ടുണ്ട്. ബിഗ് ബോസ് എപ്പിസോഡ് പലതും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അനുവിനെയാണ് ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. അനു ചെയ്ത ഗെയിമും അനുവിന്റെ സ്ട്രാറ്റജിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നന്നായിട്ട് ഗെയിം കളിച്ച ഒരാളാണ് അനു. അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ പലരും കാണിക്കുന്ന ചില പരിപാടികളുണ്ട്. അതായത് ഒരു പെണ്ണ് ജയിച്ചത് കൊണ്ട് അതിനെ നെഗറ്റീവായിട്ട് കാണിക്കുക. ദിൽഷയ്ക്ക് ഇതിനേക്കാളും നല്ല ഡീഗ്രേഡിംഗ് ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും വിന് കാരണമൊന്നുമല്ല അനു ജയിച്ചത്. അനു ജയിച്ചത് അനുവിന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ്. ഗൈസ്, എനിക്ക് ഇത്രയൊക്കെ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.